ഉള്ളവരെ, ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും കത്തിപ്പടരുകയാണ്. പല വേദികളിലും ബന്ധപ്പെട്ടവർ ഈ മൂന്നാം ലോക കേരള സഭയും അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളും അത് പ്രവാസികൾക്ക് നൽകിയ ഉത്തേജനവും ആവേശവുമൊക്കെ കൃത്യമായി രേഖകൾ വെച്ച് മറുപടി പറഞ്ഞിട്ട് പോലും പ്രവാസികളെ വേട്ടയാടുന്നതിൽ നിന്ന് കേരളത്തിലെ പ്രതിപക്ഷങ്ങളും മാധ്യമങ്ങളും ഇപ്പോഴും ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടാണ് നിങ്ങളുടെ ഈ ശത്രുത? ലോകത്തിൻ്റെ നാനാഭാഗത്ത് അന്നം തേടിപ്പോയിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ അവരേറ്റവും ആവേശത്തോടു കൂടി സ്വീകരിച്ച വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ലോക കേരള സഭയെ മോശപ്പെടുത്തുക എന്നത് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലൂടെ എത്രയോ പരമ്പരാഗതമായ പ്രവാസി വിരോധം, ആ വിരോധം നിങ്ങൾ പല രീതിയിൽ പ്രകടിപ്പിക്കുകയാണ്. എത്ര രീതിയിൽ നമ്മൾ ഇതിൻ്റെ നേട്ടങ്ങളെ പറ്റിയിട്ട് മറുപടി പറഞ്ഞു. പല സ്ഥലത്തും ഈ പ്രവാസികൾ സമ്മേളിക്കുന്ന ഈ ലോക കേരള സഭയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സമീപന രേഖ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കിതിൻ്റെ വസ്തുത മനസ്സിലാകും. പിന്നെയും നിങ്ങൾ വേട്ടയാടപ്പെടുകയാണ്. ഇതിനാണ് ഇങ്ങനെ ഈ വേട്ടയാടൽ. ഇതെങ്ങനെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്? ഇതിൻ്റെ സംഘാടനം എങ്ങനെയായിരുന്നു? ഇതെല്ലാം ഒന്ന് മാധ്യമ പ്രവർത്തകർ എങ്കിലും മനസ്സിലാക്കേണ്ടേ. ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദം എന്താണ്? അനിത എന്ന് പറയുന്ന ഏതോ ഒരു സ്ത്രീ അതിനകത്ത് പ്രവേശിച്ചു എന്നതാണ്. അവർ ഒന്നാം ലോക കേരള സഭയിൽ അംഗമായിരുന്നു. അതൊരു വസ്തുതയാണ്. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിതിനെക്കുറിച്ച് മനസ്സിലാക്കുക. കേരള സഭയിലേക്ക് അംഗങ്ങളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത രീതിയെക്കുറിച്ച് മനസ്സിലാക്കണം. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സംഘടനകൾ, അവരുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് അവരുടെ എല്ലാം ബയോഡേറ്റുകളും പ്രൊഫൈലുകളും നോർക്ക പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റ് പ്രത്യേക ഫോറം, ആ അപേക്ഷാ ഫോറത്തിൽ ഫില്ല് ചെയ്ത് അതിനോടൊപ്പം അവരുടെ ബയോഡേറ്റും കൂടി കൂട്ടി അയക്കണമെന്നാണ് നോർക്ക പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് അങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്ത്. അങ്ങനെ ആയിരക്കണക്കിന് അപേക്ഷകൾ നോർക്കയ്ക്ക് ഇതിൻ്റെ സെക്രട്ടേറിയറ്റിന് വന്നു. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ. അത് ഏതെങ്കിലും നിലയിലുള്ള ഇടപെടലുകളോ ഏതെങ്കിലും രീതിയിലുള്ള മറ്റു രീതിയിലോ അല്ല ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർത്തും സുതാര്യമായിട്ടുള്ളതാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട, നമുക്കറിയാം, ഒന്നാം ലോക കേരള സഭയിൽ 21 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ടാം ലോക കേരള സഭയിൽ എത്തുമ്പോൾ അത് 42 രാജ്യങ്ങളുടെ പ്രതിനിധികളായി. ഇത് മൂന്നാം ലോക കേരള സഭയിൽ എത്തുമ്പോൾ ഏതാണ്ട് 64ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഒരു മഹാസഭയായിട്ട് മാറി. ആ രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ, അതുപോലെ വിവിധ മേഖലക്കകത്ത് സാമൂഹ്യ പ്രവർത്തനങ്ങളും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, വലിയ ബിസിനസ്സുകാർ, ചിന്തകന്മാർ, അതുപോലെ ഗാർഹിക തൊഴിലാളികൾ, അങ്ങനെ എത്രയെത്ര ആളുകളാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ വളരെ സുതാര്യമായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റ് കൊടുത്ത വിവരം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തണം. അവിടെ അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ്. 3 കോടി രൂപയാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മാറ്റിവെച്ചത്. പക്ഷെ 3 കോടി രൂപ പോലും ചെലവഴിക്കാതെയാണ് ഇത് സംഘടിപ്പിച്ചതെന്ന് നേരത്തെ നമ്മളിതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയതാണ്. ഭക്ഷണം സ്പോൺസർ, കലാപരിപാടികൾ സ്പോൺസർ, അതിൻ്റെ സ്റ്റേഷനറി സാധനങ്ങൾ സ്പോൺസർ, ഇതെല്ലാം സ്പോൺസറായിട്ട് ലഭിക്കുകയാണ്. ഇത്രയും വലിയ രീതിയിലേക്ക് ഇതെല്ലാം പ്രവാസികളും അതുപോലെയുള്ള പല സ്ഥാപനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ കാശാണ്. അതും താമസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ലോക കേരള സഭയ്ക്ക് ഇതിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് അവിടെ അത്തരമൊരു പരിപാടിയെക്കുറിച്ച് മനസ്സിലാക്കാതെ എങ്ങനെയാണ് അനിത കയറിയത്, മറ്റു പലരും നുഴഞ്ഞു കയറിയത് എന്നത് അന്വേഷിക്കുന്നത് എന്താണ്? ലോക കേരള സഭയിൽ നടക്കുന്ന ഹാളിനകത്തേക്ക് ആ ബാഡ്ജുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഏതെങ്കിലും ആളുകൾ അവിടെ പല രീതിയിലേക്കും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലോക കേരള സഭയെ മോശപ്പെടുത്താൻ എന്തിനു നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ഓപ്പൺ ഫോറം, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഓപ്പൺ ഫോറങ്ങൾ, അതിൻ്റെ സദസ്സുകളുണ്ട്. ആ ഓപ്പൺ ഫോറത്തിലേക്ക് ധാരാളം പ്രവാസി സംഘടനകൾക്ക് പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്, പൊതുജനം പങ്കെടുക്കുന്നുണ്ട്, വിവിധ ജനവിഭാഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അതെല്ലാം ഈ സെക്രട്ടേറിയറ്റിനോട് ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിനകത്താണ്. അത് എല്ലാ വിഭാഗം ആളുകളും പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ആണ് ഈ അനിതയും വന്നിട്ടുണ്ടാവുക. പല തട്ടിപ്പ് സംഘടനയുടെ ആളുകളൊക്കെ അവിടെ ഇടപെട്ട് പോണതൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഈ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു നിയന്ത്രണം വരുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ഒരു വിവാദമാക്കി മാറ്റുന്നത്?
അനിതക്ക് നോർക്ക ലോക കേരള സഭയിൽ അംഗത്വം നൽകിയിട്ടുണ്ടോ? പരിശോധിക്കേണ്ടത് അങ്ങനെയല്ലേ? അവരെ അവിടെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ബന്ധപ്പെട്ടവരാരെങ്കിലും ആണോ? പരിശോധിക്കേണ്ടത് അങ്ങനെയല്ലേ? അവർ അവിടെ ഒന്നാം ലോക കേരള സഭയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പൺ സദസ്സിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നതെന്നാണ് അവർ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര പല ആളുകളും വന്നിട്ടുണ്ട്. അവരെല്ലാം ജാതകം പരിശോധിക്കാനും അവിടെ വന്ന ഓപ്പൺ സദസ്സിൽ പങ്കെടുത്തവരുടെ എല്ലാ ഇതും പരിശോധിക്കലല്ല സെക്രട്ടേറിയറ്റിൻ്റെ ചുമതല. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾ അത് തീരുമാനിക്കപ്പെട്ടവരാ. അത് വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ 62 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ തിരിച്ചെത്തിയ പ്രവാസികളുടെ പ്രതിനിധികൾ, അങ്ങനെയുള്ളവരാണ് അതിനകത്തേക്ക് പ്രവേശനം കൊടുത്തിട്ടുള്ളത്. അത് തിരഞ്ഞെടുക്കുക. അതുപോലെ വ്യത്യസ്ത KMCC, പ്രവാസി ഫെഡറേഷന്, അതുപോലെ തന്നെ പ്രവാസി സംഘം, പ്രവാസി കോൺഗ്രസ്, പ്രവാസി ലീഗ്, അതുപോലെ വിദേശത്തുള്ള വിവിധ സാംസ്കാരിക സംഘടനകൾ, അവരുടെയൊക്കെ പ്രതിനിധികളാണ് ഈ ലോക കേരള സഭയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതെല്ലാം വളരെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ ഇതിനെ ബോധപൂർവം മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. അതാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോലും ആ അജണ്ടയാണ് വിളിച്ചു പറയുന്നത്. സുധാകരൻ വിളിച്ചു പറഞ്ഞത് അതാണ്. ഒരു അനിതയെ വെച്ചുകൊണ്ട് ഈ മഹത്തായ ഒരു സഭയെ മോശപ്പെടുത്തുമ്പോൾ നിങ്ങൾ പ്രവാസികളെയാണ് അപമാനിക്കുന്നത്. നിങ്ങൾ പ്രവാസികളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത്ര ലോകത്ത് ഇങ്ങനെ ഒരു സംവിധാനം കാണിച്ചു തരാൻ കഴിയോ? ലോക കേരള സഭ പോലെയുള്ള ഒരു സംവിധാനം വേറെ എവിടെയാണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഗോള പ്രവാസ ഉടമ്പടിയുണ്ട്. ആഗോള പ്രവാസ ഉടമ്പടി ഏതാണ്ട് ലോകരാജ്യങ്ങൾ മുഴുവനും അംഗീകരിച്ചൊരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ പറയുന്നുണ്ട് ഇതുപോലെയുള്ള വേദികൾ രൂപീകരിക്കണമെന്ന്. ആ ഉടമ്പടി വരുന്നതിന് മുമ്പ് ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കിയ ഈ ഗവൺമെന്റിനെ പ്രശംസിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം ആരെയാണ് സഹായിക്കുന്നത്? ആരെയാണ് സഹായിക്കുക? ഈ പ്രവാസികളെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ നാടിൻ്റെ പച്ചപ്പ് നിലനിർത്തുന്നതിൽ, ഈ നാടിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ചവർ, തൻ്റെ ജീവിതം ഒരുക്കി തീർത്ത് ഈ നാടിൻ്റെ പച്ചപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ, ഈ ഇന്ന് കാണുന്ന കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഈ ഒരു വിഭാഗത്തെ നിങ്ങളിങ്ങനെ അവഹേളിച്ചു പോകരുത് എന്നതാണ് ഞങ്ങൾക്ക് വളരെ താഴ്മയോട് കൂടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. എത്ര ദിവസത്തെ അധ്വാനമാണ് ഇതിൻ്റെ സംഘാടകർ നടത്തിയിട്ടുള്ളത്. നോർക്കയിലെ ജീവനക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അത്രമാത്രം ഇടപെടലാണ് നോർക്കയുടെ ജീവനക്കാർ, ഇതിൻ്റെ സെക്രട്ടറി, അതുപോലെ നോർക്കയുടെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവി, അങ്ങനെയുള്ള നിരവധി ആളുകളുടെ കഠിനാധ്വാനം, അഖില്, അതുപോലെ നിരവധി നോർക്കയിലും ഇതുമായി ലോക കേരള സഭയുടെ സെക്രട്ടേറിയറ്റും രാപ്പകലില്ലാതെ നടത്തിയ ഒരു പ്രവർത്തനമാണ്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും രാജ്യങ്ങളുടെ പ്രതിനിധികളെ ലോക കേരള സഭയിൽ എത്തിക്കുവാനും ഇതിൻ്റെ അപേക്ഷാ ഫോറങ്ങൾ പരിശോധിച്ച് ഇവരെ തെരഞ്ഞെടുക്കുന്നതിലും ഇത്തരമൊരു മഹത്തായ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിലുമൊക്കെ അവർ നടത്തിയിട്ടുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. നിങ്ങൾ ഒരു അനിതയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഇതിനെ അപമാനിക്കാൻ വരരുത്. യൂസഫ് അലിയെ പോലെയുള്ള അതുപോലെയുള്ള എത്രയെത്ര ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ചില്ലേ? നിങ്ങൾ രാഷ്ട്രീയപരമായ അജണ്ട നടപ്പിലാക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾ ചെറുതായി കാണുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എത്രയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്ന അറേബ്യൻ ഭരണാധികാരികളെപ്പോലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന ഈ ഇല്ലാ കഥകൾ ഉണ്ടാക്കി വെക്കുന്ന അപകടം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അറേബ്യയിലെ രാജാക്കന്മാർ, ആ രാജാക്കന്മാരൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ ഈ നാട് അവർക്ക് നൽകുന്ന സ്വീകാര്യത, നമ്മുടെ ഭരണകർത്താക്കൾക്ക് ആ നാട് നൽകുന്ന സ്വീകാര്യത, അവരെയെല്ലാം നിങ്ങൾ ഒറ്റ തിരിഞ്ഞുകൊണ്ട് അവരെയെല്ലാം മറ്റൊരു രീതിയിൽ മോശപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു കള്ളക്കടത്തുകാരിയുടെ വാക്കും കേട്ടുകൊണ്ട് ഈ ലോക കേരള സഭ ബഹിഷ്കരിക്കാനും ഇതുപോലെ ഭരണകൂടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അറേബ്യൻ രാജാക്കന്മാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം പ്രവാസികളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുന്ന മുസ്ലിം ലീഗ്. എന്തേ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ഇവിടെ പ്രവാചക നിന്ദ നടത്തിക്കൊണ്ട് നിലവിലുള്ള പ്രവാസികളുടെ തൊഴിൽ പോലും ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്കുള്ള പ്രസ്താവനകളും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളുമൊക്കെ ഇവിടുത്തെ ഭരണകൂടം, ഈ രാജ്യം ഭരിക്കുന്ന RSSൻ്റെ ഭരണകൂടം എടുക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മൗനം നടിച്ച്, നിങ്ങൾ എന്ത് പ്രതികരിച്ച്? അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഈ വീറ്. ലോകത്തെവിടെയുമില്ലാത്ത നേട്ടങ്ങൾ പ്രവാസികൾക്ക് സമ്മാനിച്ച ഈ ഗവൺമെൻറ് ലോക കേരള സഭ നടത്തുമ്പോൾ പ്രവാസികൾ വന്നത് അത് ദൂർത്താണെന്നും അതിന് അഴിമതിയുണ്ടെന്നും അതിനെ ചെറുതായി കാണിക്കാനും നിങ്ങൾ ഈ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ,
അത് തിരിച്ചറിയുന്നവരാണ് പ്രവാസ ലോകം. ലോകത്തുള്ള എല്ലാ പ്രവാസികളും, നിങ്ങളുടെ സംഘടനകളുടെ ഭാരവാഹികൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാ വയ്യ റഹീമിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ വന്നുകൊണ്ട് അത് പരസ്യമായി പറഞ്ഞില്ലേ? പരസ്യമായിട്ട് യൂസഫ് അലിയോട് ക്ഷമ ചോദിച്ചില്ലേ? ഷാജി പറഞ്ഞത് ഞങ്ങളുടെ വാക്കല്ല, അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ടതാണ്, അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അല്ല എന്ന് പറയേണ്ടി വന്നില്ലേ? ലോക കേരള സഭയിൽ നടന്നിട്ടുള്ള നിരവധിയായ നിർദ്ദേശങ്ങൾ, 141ഓളം നിർദ്ദേശങ്ങൾ കഴിഞ്ഞ രണ്ടാം ലോക കേരള സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രണ്ടാം ലോക കേരള സഭ നിർദ്ദേശം മുന്നോട്ട് വെച്ച് 3 മാസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മുടെ ലോകം മുഴുവനും ഒരു മഹാമാരിയുടെ പിടിയിലമർന്നത്. ആ മഹാമാരിയുടെ പിടിയിലമർന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് ലോകത്തെമ്പാടുമുള്ള മലയാളികളാണ്, പ്രവാസികളാണ്. അവരനുഭവിച്ചൊരു ദുരിതങ്ങളുണ്ട്, അവരനുഭവിച്ച ആ ജീവിത സാഹചര്യങ്ങളുണ്ട്. സർവ്വതും നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ മരണപ്പെട്ട പ്രവാസികൾ, എന്തെല്ലാം പ്രതിസന്ധികളെയാണ് ആ കാലഘട്ടത്തിൽ നാം നേരിട്ടത്. ഇതിനെയെല്ലാം തൻ്റെ ഇടത്തോടു കൂടി യോജിപ്പിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാം കൊണ്ടുവന്ന് KMCC ആയാലും കൈരളി ആയാലും ഓർമ്മയായാലും പ്രതിഭയായാലും അങ്ങനെയുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സാംസ്കാരിക കൂട്ടായ്മകളെ മുഴുവനും ഒരു പ്ലാറ്റ്ഫോമിലാണ് നിരത്തിക്കൊണ്ട് നോർക്കയും ഗവൺമെൻറ്റും യോജിച്ച് നിന്നുകൊണ്ട് ആ മഹാമാരിയെ നേരിടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കരുത്താർജിച്ചത്, ഇതിനെ കരുപ്പിടിപ്പിച്ചതെല്ലാം ഈ ലോക കേരള സഭയാണ്. ആ സമയം അതുകൊണ്ട് തന്നെ ആ രണ്ടാം ലോക കേരള സഭ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ അതിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നോർക്ക ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്, അതുപോലെ തന്നെ നോർക്ക വനിതാ സെല്ല് ആരംഭിച്ചത്, പ്രവാസി പെൻഷൻ്റെ വർധനവ്, ഇങ്ങനെ ഡിവിഡൻഡ് ഫണ്ടുകൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സർക്കാർ നടത്തുന്ന ക്ഷേമ പദ്ധതികളുടെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. ആ നിർദ്ദേശങ്ങൾ ഈ ലോക കേരള സഭയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കി. ഈ ലോക കേരള സഭയുടെ ആ ഒരു ഇതിൽ നിന്ന് ഉയർന്നു വന്നത് തന്നെയാണ് കോവിഡ് കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ലോക കേരള സഭ അംഗങ്ങളുടെ ഒക്കെ നിർദ്ദേശങ്ങളായിരുന്നു. തിരിച്ചെത്തിയിട്ടുള്ള പ്രവാസിക്ക് 5000 രൂപ വെച്ചുകൊണ്ട് അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചു കൊടുത്തു ഈ കേരളത്തിലെ ഗവൺമെൻറ്. 67 കോടി രൂപ അതിനു വേണ്ടി ചെലവഴിച്ച് പ്രവാസി ഭദ്രതാ പദ്ധതി, ഇതെല്ലാം കോവിഡ് കാലത്ത് ലോക കേരള സഭ അംഗങ്ങളും സർക്കാരും എല്ലാം യോജിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. അതിനെല്ലാം ആവേശം പകർന്നത് ഈ ലോക കേരള സഭയാണ്. ഇനിയും നിരവധിയായിട്ടുള്ള പദ്ധതികളും നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് ഇതിൻ്റെ ഒരു സമീപന രേഖ ഞങ്ങളുടെയൊക്കെ പേജുകളിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ അറിയാം. പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാർ ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തൊരു അല്പത്തരക്കാണ് വിളിച്ചു പറയുന്നത്. അല്പത്തരം വിളിച്ച് പറയല്ലേ, എന്തെങ്കിലും അറിവുണ്ടോ ഇതിനെക്കുറിച്ച്? ഈ ലോക കേരള സഭ എന്ന് പഠിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവും. ഈ ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. എന്താണ് ഈ ലോക കേരള സഭ? നിങ്ങൾ മൗനം പാലിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? എത്ര കാലം എൻ്റെ മുസ്ലിം ലീഗ് നിങ്ങൾ ഈ കേരളം ഭരിച്ചിട്ടുണ്ട്? നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടില്ലേ? എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? വയലാർ രവി പ്രവാസികാര്യ മന്ത്രിയായിരുന്നില്ലേ? നിങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ലോക കേരള സഭ പോകട്ടെ, എന്തെങ്കിലും ഒരു കാര്യം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പറയാൻ പറ്റും. നിങ്ങൾ എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ പോലും ജാമ്യമെടുക്കില്ലേ? നിങ്ങൾ RSSൻ്റെ ഗവൺമെൻറ് പ്രവാസി വിരുദ്ധത ഉയർത്തുന്നതിൻ്റെ അജണ്ട മനസ്സിലാക്കാതല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അവർക്കൊരു അജണ്ടയുണ്ട്. പ്രവാസികളെ എതിർക്കുന്നതിന് RSSൻ്റെ ഭരണകൂടത്തിന് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. മുസ്ലിം ലീഗ് KMCCയെ പരിശോധിക്കണം. നിങ്ങൾ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ 5 വർഷം ഭരിച്ചപ്പോൾ ഈ KMCC ഒക്കെ വീമ്പ് പറയുന്നുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി പ്രസ്ഥാനം ഞങ്ങളാണ്. ഇതിനെ പോലും ഷാഫി ചാരിയത്തെ പോലെയുള്ള ഒക്കെ ആളുകൾ ഇങ്ങനെ വീമ്പ് പറയുന്നുണ്ടല്ലോ ചാനലിൽ. എന്താ നിങ്ങൾ ചെയ്തത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ വ്യക്തിപരമായി സമ്പാദിക്കാൻ വേണ്ടി, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവാസികളെ ചൂഷണം ചെയ്തു എന്നല്ലാതെ എന്താണ് നിങ്ങൾ ചെയ്തത് പ്രവാസികൾക്ക് വേണ്ടിയിട്ട്? പ്രവാസി പെൻഷൻ 500 രൂപയായിരുന്നു. ഈ 500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ നിങ്ങൾ ഗവൺമെൻറ് നടത്തിയിരുന്നോ? ഏതെങ്കിലും പ്രവാസി ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും നേട്ടത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെ ഗവൺമെൻറ് ഉണ്ടോ? നിങ്ങളുണ്ടോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ടത് ആരാ? കേന്ദ്ര ഗവൺമെൻറ്റാ. ഈ രാജ്യത്തിന് 2 കോടി പ്രവാസികൾ ഈ രാജ്യത്തേക്ക് അയക്കുന്ന $80 ബില്യൺ, ആ $80 ബില്യൺ ഇവിടെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും കൊടുക്കുന്ന സഹായങ്ങളുണ്ട്.
അതിൻ്റെ ഒരു അംശം സഹായം നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേമനിധിയിൽ 10,000 രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയും. 18 MP-മാരില്ലേ കേന്ദ്രത്തിൽ? 18 MP-മാർ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പാർലമെന്റിൽ പ്രവാസികളുടെ വിഷയം ഉയർത്തിയോ? ഈ ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളുടെ ഫലമായിട്ട്, രണ്ടാം ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന് 2,000 കോടി രൂപയുടെ ഒരു പാക്കേജ് സമർപ്പിച്ചിരുന്നത്. മഞ്ഞളാംകുഴിയാലി ആ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഉത്തരം നൽകിയിരുന്നു. ഈ പാക്കേജ് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ഏതെങ്കിലും MP-മാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടോ പ്രവാസികളെ സഹായിക്കാൻ കേന്ദ്രം ഇടപെടണമെന്ന് പറഞ്ഞോ? ഇവിടെ പാക്കേജ് പ്രഖ്യാപിച്ച് കോവിഡ് കാലത്ത് പ്രവാസികളെ സഹായിച്ചോ? എത്ര കാലത്തെ ഇതാണ് ടിക്കറ്റിന്റെ വില വർധനവ്? കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ആവശ്യം വരുമ്പോൾ സാഹചര്യത്തിന് ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം കൊടുത്തത് വിമാന കമ്പനികൾക്ക് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. അന്ന് മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ട്. ആ ഗവൺമെന്റ് അത് തുടരുകയാണ് ഇന്നും. എന്ത് പ്രതിഷേധമാണ് നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്? അപ്പം ലോക കേരള സഭയെ മോശപ്പെടുത്തുക എന്നത് നിങ്ങളുടെ അജണ്ട, പ്രവാസികളെ അപമാനിക്കുക എന്നത് തന്നെയാണ്. ഇത് തിരിച്ചറിയണം പ്രവാസികൾ. ഈ മഹത്തായ ഒരു സഭയെ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇടപെടാനുള്ള ഒരു അവകാശം ഈ ഗവൺമെൻറ് നമുക്ക് തരികയാണ്. ഒരു ഗ്രാമസഭയിൽ പോലും പങ്കെടുക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട ലോകം കണ്ട പ്രവാസി, ലോകത്തിൻ്റെ വിവിധ പാശ്ചാത്തല വികസനം കണ്ട പ്രവാസി, ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങൾ കണ്ട പ്രവാസി, ആ പ്രവാസിയുടെ ചിന്തകളും അവരുടെ കഴിവുകളും ഉപയോഗപ്പെടുത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ 3ാം ലോക കേരള സഭ, ആ ലോക കേരള സഭയിൽ അത്തരം നിരവധി നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പുതിയ അനുഭവമല്ലേ? ഇതെവിടെയെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറ. നിങ്ങൾക്ക് ഏതെങ്കിലും നിയമങ്ങളോടോ ഏതെങ്കിലും അതിൻ്റെ രീതിയോടോ വിയോജിപ്പുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഗവൺമെൻറ് തയ്യാറാണ്. പക്ഷേ നിങ്ങൾ നടത്തുന്നത് എന്താണ്? ഇത് മൊത്തം മോശപ്പെടുത്താനുള്ള സമയമല്ലേ? 62 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒത്തുചേർന്നിട്ടുള്ള ഈ ലോക കേരള സഭയെ മോശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തെമ്പാടുമുള്ള മലയാളികളെയാണ് നിങ്ങൾ അപമാനിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആരൊക്കെ കയറിയിട്ടുണ്ട് അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കാന്ന് പറഞ്ഞു. പത്രസമ്മേളനത്തിൽ നിങ്ങളിത് തുടക്കം മുതലേ മോശപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതാ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ വളരെ സങ്കടപ്പെടുന്നത്. നിങ്ങൾ ഇതിനെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ മാധ്യമങ്ങളോടും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ സംഘടനകൾ പോലും ഇതിനെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾ പരിശോധിക്കുക. 3ാം ലോക കേരള സഭയിൽ ഏതാണ്ട് 300 ചില്ലാൻ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആ ലോക കേരള സഭയിലെ പങ്കാളിത്തം ആരൊക്കെയാണ് എന്ന് നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് മനസ്സിലാക്കി. ഇത് സമ്പന്നന്മാർ മാത്രമല്ല, എലിസബത്തുമാരും നജീബുമാരും അടക്കമുള്ള പാവങ്ങളായിട്ടുള്ള മനുഷ്യർ, ഗാർഹിക തൊഴിലാളികൾ, മുക്കൗലാത്തിലെ തൊഴിലാളികൾ, മസറയിലെ തൊഴിലാളികൾ, അക്കൗണ്ടുമാർ, നേഴ്സുമാർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, ഇങ്ങനെ വിവിധ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകളാണ് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള. അവരെ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുക. 3ാം ലോക കേരള സഭയ്ക്ക് സമാപനം കുറിച്ച് നടത്തിയ പ്രസംഗം അതെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിതിനെ ഇടപെട്ടു പോകണം. ഇവിടെയെങ്കിലും ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിച്ച് പ്രവാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ സമ്പാദ്യങ്ങളെ ഈ നാടിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുവാനും തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ആവശ്യമായ പുനരധിവാസ പദ്ധതി രൂപം കൊടുക്കുവാനും ഒക്കെ ഉള്ള സഹായികളായിക്കൊണ്ട് മാറേണ്ട മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും ആ രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് വളരെ വിനയത്തോടു കൂടിയിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഇതിൽ 75% കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെ നിങ്ങൾ മാറ്റി നിർത്തരുത്. അവർക്ക് ജാമ്യമെടുക്കുന്നവരായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷ MP-മാരും മാറരുത്. നിങ്ങളുടെ MP-മാർ ആ ലോക കേരള സഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആ ലോക കേരള സഭ ബഹിഷ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ 18ഓളം MP-മാർ ആ ലോക കേരള സഭയിൽ ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ 40ഓളം MLA-മാർ ആ ലോക കേരള സഭയിൽ ഉണ്ടാകുമായിരുന്നു. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രവാസികളുടെ സംഘടനകളും അവൻ്റെ ചിന്തകളും അവൻ്റെ സ്വപ്നങ്ങളും അവിടെ പങ്കുവെക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളുവാൻ നിങ്ങളുടെ MP-മാർക്കും MLA-മാർക്കും കഴിയുമായിരുന്നു. ആ പാഠം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പുതിയ ആവേശമായി മാറുമായിരുന്നു. അതുപോലും നിങ്ങൾ നിഷേധിച്ചു. ആ സ്ഥിതി മനസ്സിലാക്കാതെ പാർലമെന്റിനകത്ത് പോയിരിക്കുന്ന MP-മാർക്ക് പോലും അതിൻ്റെ അകത്ത് വന്നിരിക്കാനുള്ള അവസരം കൊടുക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രവാസികളോട് ചെയ്തിട്ടുള്ള ക്രൂരതയാണ് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് ഒന്നുകൂടി അടിവരയിടുന്നതാണ്. നട്ടോറി ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന സ്വപ്നയും അതുപോലെയുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരളത്തിൻ്റെ തെരുവീതികളെ അക്രമാസക്തമാക്കി മുന്നോട്ട് പോകുന്നതിനെതിരെ
ഈ നാടിൻ്റെ വളർച്ചയെ തടയുന്നതിനെതിരെ, ഈ നാടിൻ്റെ വികസനത്തെ തടയുന്നതിനെതിരെ, നമ്മുടെ നാടിൻ്റെ പുതുതലമുറ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുവാനുള്ള കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ പരിശ്രമത്തെ തടഞ്ഞു നിർത്താൻ നടത്തുന്ന ഈ ശ്രമത്തെ ഈ നാട് ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്യുന്ന കാലം അതിവിദൂരമല്ല എന്ന് പ്രതിപക്ഷങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞങ്ങളെപ്പോലെയുള്ള പ്രവാസി സംഘത്തിന്റെ എളിയ പ്രവർത്തകർ ആഗ്രഹിക്കുകയാണ്.